സ്വാശ്രയ കോളേജുകളെ തകർക്കുന്ന സമീപനമാണ് കണ്ണൂർ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് ആരോപിച്ച് സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നു. അധ്യാപകർക്ക് എക്സാമിനേഷൻ ആനുകൂല്യങ്ങൾ നൽകുക, പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 28-നാണ് പ്രതിഷേധ ധർണ. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ധർണ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വാശ്രയ കോളേജുകൾ കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ 108ഓളം കോളേജുകളുണ്ട്. 11ഓളം എയ്ഡഡ് കോളേജുകളും 13ഓളം ഗവൺമെൻറ് കോളേജുകളാണ് നിലനിൽക്കുന്നത്. ഈ 108ലാണ് അത് രണ്ടും വരുന്നത്. ബാക്കി വരുന്ന കോളേജുകൾ മുഴുവൻ സ്വാശ്രയ കോളേജ് മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നല്ല കോളേജുകളാണ്. പല കോളേജുകളും ഓട്ടോണമസ് കോളേജുകളായി മാറാൻ വേണ്ടി പോവുകയാണ്. നാക് അക്രഡിറ്റേഷൻ കിട്ടിയ മറ്റു പല കോളേജുകളുണ്ട്. പക്ഷേ ഇതിനൊന്നും കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ സത്യത്തിൽ കണ്ണൂർ സർവകലാശാല നാക്കിൽ B ഗ്രേഡ് മാത്രമാണ്. എന്നാൽ സ്വാശ്രയ കോളേജുകൾ പലതും A ഗ്രേഡ് കിട്ടിയിരിക്കുന്ന നാക്ക് കിട്ടിയിരിക്കുന്ന കോളേജുകളാണ്. പക്ഷേ ആ കോളേജുകൾക്കൊന്നും യൂണിവേഴ്സിറ്റി ഇതുവരെ ഈ വർഷം അഫിലിയേഷൻ നൽകിയിട്ടില്ല. ഈ അഫിലിയേഷൻ നൽകാതെ കൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ വരികയാണ്. അവർക്കുള്ള സ്കോളർഷിപ്പ്, ബസ് പാസ്, റെയിൽവേ ടിക്കറ്റ്, അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ കാര്യങ്ങൾ ഒന്നും നടക്കാത്ത അവസ്ഥാവിശേഷമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായും അഫിലിയേഷൻ കിട്ടണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് ഇത് കൂടാതെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ ഞാൻ ഈ പത്രസമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മുൻനിർത്തി വൈസ് ചാൻസലറുമായി ഒരുപാട് തവണ സംസാരിക്കുകയുണ്ടായി. സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം എല്ലാം അംഗീകരിക്കും, യൂണിവേഴ്സിറ്റി അധികൃതർ. പക്ഷേ പിന്നീടും തദൈവ പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ 1 വർഷമായി നിരന്തരമായി വൈസ് ചാൻസലറുമായും അതുപോലെ തന്നെ അധികൃതരുമായും യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുമായും സിൻഡിക്കേറ്റ് അംഗങ്ങളുമായും നിരന്തരമായി ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ യാതൊരുവിധ നടപടികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചരിത്രത്തിലാദ്യമായി സ്വാശ്രയ കോളേജുകൾ എന്നുള്ള യൂണിവേഴ്സിറ്റി കീഴിൽ 30 വർഷം പാരമ്പര്യമുള്ള കോളേജുകൾ തുടങ്ങിയതിന് ശേഷം അസോസിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് കോളേജുകൾ അടച്ചുപൂട്ടി ഒരു സമരത്തിന് ഞങ്ങൾ ആഹ്വാനം നൽകുന്നത്. ഈ മാസം 28-ാം തീയതി ബുധനാഴ്ച കാലത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ ഇതിൻ്റെ ധർണ നടത്തുകയാണ്. ആ ധർണ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിരയാണ്. അതോടൊപ്പം തന്നെ പ്രമുഖരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ, വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി. വി. സൈനുദ്ദീൻ, അതോടൊപ്പം തന്നെ ജയബാലൻ B.Ed കോളേജ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ജയബാല മാസ്റ്റർ, വത്സം മടത്തരി, അതുപോലെ തന്നെ PKC മഹമ്മൂദ്, രാജൻ പെരിയ, അനിൽകുമാർ, അതുപോലെ തന്നെ മഹേഷോട് ഞങ്ങൾ ഗവർണർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. MP റഹീം, C. അനിൽകുമാർ, മഹേഷ് ചന്ദ്ര ബാലിക, KM ജനാർദ്ദനൻ, ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.